വിധിയുടെ വിളയാട്ടം ഭാഗം 4. അവതരണം സജ്ന സച്ചു. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞു. തുലാമഴയും ഇടിയും മിന്നലും ഒക്കെ കഴിഞ്ഞ് ഒരു മഴ പെയ്തു തോന്നുന്ന മധ്യാഹ്ന സമയം. മരതകത്തിന്റെ വീടിന് മുന്നിലായി അജയുടെ കൂട്ടുകാർ എന്ന് പറഞ്ഞ 2-3 പേർ മരതകത്തിന്റെ വീട്ടിലെത്തി. നാണപ്പേട്ടൻ അവരോട് "കേറിയിരിക്കും മക്കളെ." രാച്ചിയമ്മ അവർക്ക് കുടിക്കാൻ ചായയും മറ്റു സാധനങ്ങളുമായി കടന്നു വന്നു. "ഒന്നും വേണ്ടായിരുന്നു." "സാരമില്ല മക്കളെ, കുടിക്കൂ," രാച്ചിയമ്മ പറഞ്ഞു. "ഞങ്ങൾ കുറച്ചു കാര്യങ്ങൾ അറിയിക്കണമെന്ന് തോന്നി, അതാ വന്നേ," അജയുടെ കൂട്ടുകാർ പറഞ്ഞു. "അജയ്ക്ക് അറിയില്ല ഞങ്ങൾ വന്ന വിവരം. വിവാഹകാര്യവും മറ്റുമെല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു." "എന്താ മക്കളെ, എന്താണെങ്കിലും പറയൂ," നാണപ്പേട്ടൻ പറഞ്ഞു. രാച്ചിയമ്മയും അവിടെ ഉണ്ട്. മരതകവും പൂങ്കുഴലിയും കുഞ്ഞിപ്പെണ്ണും അകത്ത് നിൽപ്പുണ്ട്. എല്ലാം അവരും കേൾക്കുന്നുണ്ടായിരുന്നു. "അത് പിന്നെ ചേട്ടാ, അജയ്ക്ക് ഞങ്ങളാണ് എല്ലാം. അവന് വീടും വീട്ടുകാരും ഒന്നുമില്ല. ഞങ്ങളെപ്പോലെ കുറച്ച് ചങ്ങാതിമാർ മാത്രമാണ് അവനുള്ളത്. അവനൊരു അനാഥനാണ്." ഇത് കേട്ട മരതകത്തെ വീട്ടുകാർക്ക് അവൻ്റെ മേൽ ഒരുപാട് സഹതാപവും സ്നേഹവാത്സല്യവും തോന്നി. അവരുടെ വാക്കുകളിൽ നാണപ്പേട്ടനും കുടുംബവും വീണുപോയി. എന്നാൽ അതിനു പിന്നിൽ പതിയിരുന്ന പാമ്പിൻ്റെ കൊടിയ വിഷയമുള്ള ചതി അവർ അറിഞ്ഞിരുന്നില്ല. ആ കുടുംബത്തിൻ്റെ മേൽ വിധിയുടെ വിളയാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു. അജയൻ്റെയും കൂട്ടുകാരുടെയും ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: അവിടുത്തെ കാട് കൊള്ളയടിക്കൽ. അതിനുവേണ്ടി പ്രയത്നം അവർ കുറേ അധിക കാലമായി തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു മറുവശമായിരുന്നു അജയൻ്റെ വിപണിയിലെ ആ വഴക്കിടൽ രംഗം. അത് മരതകത്തെ കൂട്ടുപിടിക്കാനുള്ള അവൻ്റെ തന്ത്രമായിരുന്നു. കാരണം അവർക്ക് ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ നാണപ്പേട്ടനെ പോലെ ആ നാട്ടിലെ നിലയും വിലയും മതിപ്പുമുള്ള ആൾ ആവശ്യമായിരുന്നു. ഇന്നും ഇതൊന്നും അറിയാതെ ആ കുടുംബം അവൻ്റെ ചതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഒരു ശൈത്യകാലത്ത് കാട്ടിൽ നിറയെ ആൾക്കൂട്ടം. മരതകം അവിടെ അച്ഛനും അമ്മയ്ക്കുമായുള്ള ആഹാരവുമായി വരികയായിരുന്നു. അവൾ ബഹളം കണ്ട് എന്താണെന്ന് വിവരം തിരക്കിയപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ നിന്നും ചോര പോലെ കണ്ണുനീർ തുള്ളികൾ വാർന്നൊഴുകാൻ തുടങ്ങി. അച്ഛനും അമ്മയും ഉൾപ്പെടെ ഒത്തിരി പേരുണ്ടായിരുന്നു അവിടെ. അവർ അവരെ തള്ളി നീക്കി. കണ്ട കാഴ്ച അവളെ തളർത്തി. ഒത്തിരി മരങ്ങൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു. പക്ഷിമൃഗാദികൾ മരിച്ചു വീണ് കിടക്കുന്നു. കുരുവിയെയും കണ്ടാനെയും മൈനയെയും തത്തയെയും കുയിലിനെയും കാക്കയും മുയലിനെയും മാനും കൊമ്പനും ഒക്കെ നിരവധി പേർ. അതിൽ ഏറ്റവും ഭയാനകമായ കാഴ്ച മാനിൻ്റെയും കൊമ്പൻ്റെയും കൊമ്പുകൾ മുറിച്ചെടുത്തിരിക്കുന്നു. കാടിന് വംശനാശം വരുത്തിയിരിക്കുന്നു. മരതകം നെഞ്ചു പൊട്ടി അലറാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും അവളുടെ ആ അവസ്ഥ കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവളെയും കൂട്ടി അവർ വല്ലവിധേനയും വീട്ടിലേക്ക് മടങ്ങി. അവൾ കരഞ്ഞു തളർന്ന് അകത്തെ മുറിയിൽ തറയിൽ ചെന്ന് കിടന്നു. പൂങ്കുഴലിയും കുഞ്ഞിപ്പെണ്ണും ഇതൊന്നും അറിയാതെ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഈ അവസ്ഥയെപ്പറ്റി ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വളരെ ദുഃഖിതരായിരുന്ന അവർ തിരികെ കാട്ടിലേക്ക് തന്നെ വീണ്ടും മടങ്ങി. ഒരു നിമിഷ നേരം കൊണ്ടാണ് എല്ലാം മാറിമറിഞ്ഞത്. കളിയും ചിരിയും സന്തോഷവും ഒക്കെ മറഞ്ഞ് സങ്കടത്തിൻ്റെ കരിനിഴൽ ബാധിച്ചിരിക്കുന്നു. അവിടെങ്ങും മരതകം പലതും കിടന്നുകൊണ്ട് കൂട്ടി വായിക്കാൻ തുടങ്ങി. ഇത്ര വർഷത്തിനിടയിൽ ഇങ്ങനെ ഒരവസ്ഥ ആർക്കും കാണേണ്ടി വന്നിട്ടില്ല. അവൾ ജനിച്ചു കളിച്ചു വളർന്ന എൻ്റെ എല്ലാമെല്ലാമായ കാട്, എന്താണ് അവിടെ സംഭവിച്ചത്? എൻ്റെ കാടിന് എന്താണ് പറ്റിയത്? അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ ഒന്ന് പെട്ടത്. അജയൻ മരതകത്തെയും കൂട്ടി കാട് കാണുവാൻ ഒരിക്കൽ കാടിൻ്റെ നടുവിൽ പോയതും അവിടെ ഉള്ളവയെല്ലാം ഫോട്ടോ എടുത്തതും. മരതകത്തിനോട് അവൻ ഇങ്ങനെ പറഞ്ഞു: "ഞാൻ ഈ കാട്ടിലുള്ളത് എല്ലാം സ്വന്തമാക്കും, നിന്നെ എൻ്റെ ആക്കിയതുപോലെ." അവൾ "ഓ പിന്നെ?" അങ്ങനെ കളിയാക്കിയതും അങ്ങനെ പലതും. പിന്നെ അവിടെ കൊമ്പനെയും മറ്റു മൃഗാദികളെയും പരിചയപ്പെടണമെങ്കിൽ തൻ്റെ സഹായം വേണമായിരുന്നു. എല്ലാം കൂടി അവൾ കൂട്ടിവായിക്കാൻ തുടങ്ങി. ഇന്നലെ മുതലാണെങ്കിൽ അജയനെ അവിടെയൊന്നും കണ്ടിട്ടുമുണ്ടായിരുന്നില്ല. അവൾ അങ്ങനെ ഉറപ്പിച്ചു. എന്നെയും കുടുംബത്തെയും അവർ ചതിയുടെ വലയിൽ പെടുത്തുകയായിരുന്നു. അവളുടെ കുടുംബത്തെയും മറ്റും ആലോചിച്ച് മരതകം പൊട്ടിക്കരഞ്ഞു. കുറ്റബോധം അവളെ വേട്ടയാടി. അഗ്നിയിൽ ഞെരിഞ്ഞമർന്ന പോലെ തോന്നി. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തു തന്നെ വരുന്നതായിരിക്കും കൂട്ടുകാരെ. അപ്പോൾ മറക്കാതെ കാണണേ.